അപ്പോൾ മിസ് ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കായിരിക്കും. യെസ്, മിസ് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ആ ഹാപ്പി ന്യൂസ്? ഇനി പരീക്ഷയില്ലേ, അതോ ഇനി മെയിൻ എക്സാം മാറ്റി വെച്ചോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ സംശയം. അതൊന്നുമല്ല, നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിൽ ഒരു കാര്യം പറയാനാണ് മിസ് വന്നിരിക്കുന്നത്. സോഷ്യൽ സ്റ്റഡീസ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ തലയൊക്കെ അങ്ങ് പുകഞ്ഞിരിക്കല്ലേ, ഓ മിസ്സേ ഇതൊക്കെ എങ്ങനെ പഠിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരിക്കും എല്ലാവരും. പക്ഷേ ഇനിയും ടെൻഷൻ വേണ്ട. നിങ്ങൾ മെയിൻ എക്സാം ഇപ്പോൾ പറയാൻ പോകുന്നത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല. മെയിൻ എക്സാം, അതായത് നമ്മുടെ SSLC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. മെയിൻ എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് സോഷ്യൽ പഠിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇത്തവണ. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അവർ നോട്ടീസ് ഇറക്കുന്നത്, ഇത്രയും പോർഷൻസ് ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ. പക്ഷെ ഇത്തവണ നമുക്കത് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ നമുക്കത് സ്കെഡ്യൂൾ ചെയ്ത് നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ടെൻഷനേ വേണ്ട. അതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് റിവിഷൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുന്നത്. അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട ബൈ, ഇനി ഞങ്ങൾ ഏറ്റു. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ ഇതിന് നോട്ടീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് അവർ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണ്ട, എങ്ങനെയൊക്കെ പഠിക്കണം, എത്ര മാർക്കിൻ്റെ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇനി സോഷ്യൽ സ്റ്റഡീസ് സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ വലിയ ടെക്സ്റ്റൊക്കെ പഠിച്ച് ഞങ്ങൾ എങ്ങനെ പഠിക്കും മിസ്സേ എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഇനി ടെൻഷൻ വേണ്ട. ഇതൊക്കെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തോളൂ. ഇനി ഇന്ന സാധനം ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചില്ല് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്ന, ഈ നോട്ടീസിൻ്റെ അകത്ത് പറയുന്നത്, സാമൂഹ്യ ശാസ്ത്ര പരീക്ഷാ പേപ്പറിൽ AB എന്നിങ്ങനെ 2 സെഷൻസ് കാണുമെന്നാണ് പറയുന്നത്. A സെഷനും ഉണ്ട്, B പാർട്ടും ഉണ്ട്, B സെഷനും ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് നമുക്കറിയാം സാമൂഹ്യ ശാസ്ത്രം 1 ഉണ്ട് 2 ഉണ്ട് അല്ലേ. അപ്പം അതിൻ്റെ അകത്ത് 2ൻ്റെ അകത്തും നമുക്ക് A പാർട്ടിൽ 40 മാർക്കിനും B പാർട്ടിലും 40 മാർക്കിനും ആയിരിക്കും ചോദ്യം ചോദിക്കുന്നത്. B പാർട്ടിലും A പാർട്ടിലും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് A പാർട്ടും B പാർട്ടും തമ്മിൽ എന്താണ് മിസ്സേ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, A പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഉറപ്പായും എഴുതണം. എന്താണ്, മസ്റ്റായിട്ടും നിങ്ങൾ എഴുതണം. സാമൂഹ്യശാസ്ത്രം 1ലും 2ലും ആ 2 പേപ്പറിലെ A പാർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, A പാർട്ട് മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഒരെണ്ണം പോലും നിങ്ങൾ വിട്ടുകളയല്ല. കാരണം അതെല്ലാം അറ്റൻഡ് ചെയ്യണം. നമുക്ക് ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എഴുതേണ്ടതാണ്. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ് B പാർട്ടിൽ അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമുക്ക് essay ആണല്ലോ, B പാർട്ടിൽ നമുക്ക് essay ആണല്ലോ വരുന്നത്. എസ്സേയുടെ അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇനി നല്ല ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് ഏതെങ്കിലും നന്നായിട്ട് പഠിച്ച സബ്ജക്റ്റ് അല്ലെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് essay ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരും. അത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനും പറ്റും. നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസിന് ഫുൾ മാർക്സ് ആണ് മക്കളെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം SSLC എഴുതിയ ചേട്ടന്മാരോ ചേച്ചിമാരോ വല്ലതും ഉണ്ടെങ്കിൽ അവർ പറയും, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചെഴുതിയ കുട്ടികളാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കൺസിഡറേഷൻ കിട്ടി എന്നൊക്കെ പറയായിരിക്കും. പക്ഷെ സാരമില്ല, നമുക്ക് ഇത്തവണ റിലാക്സ് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ പഠിക്കാം, എത്ര മാർക്കിൻ്റെ ആണ് എന്നുള്ള ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സമരവും സ്വാതന്ത്ര്യവും, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ. അതെന്തിൻ്റെ അകത്താണ് വരുന്നത്? ചരിത്രത്തിലാണ്, ഹിസ്റ്ററിയിലാണ് വരുന്നത്. അതിൽ 5 മാർക്ക് ഉണ്ട് മക്കളെ. 5 മാർക്കാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. 5 മാർക്ക്. കുട്ടി ചോദ്യങ്ങളായിരിക്കും A പാർട്ടിൽ വരുന്നത്. ഒന്നും നിങ്ങൾ വിട്ടുകളയല്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് എഴുതണം. സംസ്കാരവും ദേശീയതയും, കൾച്ചർ ആൻഡ് നാഷണലിസം മിസ് ഇപ്പൊ തീർത്ത ഒരു ചാപ്റ്റർ ആണല്ലേ. മിസ് ആ ചാപ്റ്റർ എടുത്തതാണ്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എത്ര മാർക്സിനാണ് വരുന്നത്? 4 മാർക്കിന്റെ ചോദ്യമാണ് A പാർട്ടിൽ വരുന്നത്. 4 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. മിസ് പറഞ്ഞ പോലെ മാത്സ് ദ ഫോളോയിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ 1 മാർക്കിനും ഇങ്ങനത്തെ മാത്സ് ദ ഫോളോയിങ് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ 4 മാർക്കിനുള്ള അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോയാൽ ഒരു സീനും ഇല്ലാതെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അടുത്തത് കേരളം ആധുനികതയിലേക്ക്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന ചാപ്റ്ററും 4 മാർക്കിന്റെ ചോദ്യമാണ് മക്കളെ. 4 മാർക്കിന്റെ ചോദ്യമാണ്. അതുപോലെ സിവിക് കോൺഷ്യസ്നെസ്, പൗരബോധം എന്ന ചാപ്റ്ററിൽ നിന്നും 4 മാർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സോഷ്യോളജി, വാട്ട് വൈ, സമൂഹശാസ്ത്രം എന്തിന് എന്ന പാഠത്തിൽ നമുക്ക് 3 മാർക്കിനായിരിക്കും ചോദ്യം വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ്? ഈ ഒരു ബോർഡ് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എന്താണ്, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന ചാപ്റ്ററിൽ 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ 5 മാർക്കിൻ്റെ നിങ്ങൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മിസ് ചോദിക്കുന്നുണ്ട്. അതിനുള്ള സജഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് അവസാനം മിസ് പറയുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു
ടേബിളിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ബാക്കി എല്ലാം 4 മാർക്കിന്റെ, പിന്നെ അവസാനം വന്നൊരു 3 മാർക്കിന്റെ ഉണ്ട്. 3 മാർക്കേ ഉള്ളൂ, എന്നാൽ അത് ഇട്ടേക്കാം എന്ന് വിചാരിച്ചാൽ ശരിയാവോ? ഇല്ല, ആ ഒരു 3 മാർക്കിലായിരിക്കും നിങ്ങളുടെ A+ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഉറപ്പായും അത് വരും എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ പാർട്ട് എ നമ്മൾ സെറ്റല്ലേ? പാർട്ട് എ സെറ്റല്ലേ? ഇതിൻ്റെ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, നിർബന്ധമായും പഠിക്കേണ്ട യൂണിറ്റുകൾ, നിർബന്ധമായി ഈ യൂണിറ്റുകൾ നിങ്ങൾ പഠിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് നോക്കിയേ, അടുത്തത് പാർട്ട് ബി. അതും 20 മാർക്കിൻ്റെ ആണ്. തിരഞ്ഞെടുത്ത് പഠിക്കേണ്ട യൂണിറ്റുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് പഠിക്കാം. ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ചിലത് വലിയ 2 ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുമായിരുന്നു അല്ലേ, ഓ വലിയ ചാപ്റ്റേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നായിരുന്നു, ഏതെങ്കിലും ഒന്നിൻ്റെ എസ്സേ ഞങ്ങൾക്ക് എഴുതായിരുന്നു, നല്ല മാർക്ക് വാങ്ങിക്കായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കായിരിക്കും. അതുപോലെ തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത്. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും വലിയൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ആ ചാപ്റ്റർ വൃത്തിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണും. അപ്പം ആ ഒരു എസ്സേ നിങ്ങൾക്ക് എഴുതി മൊത്തം മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അല്ലെങ്കിൽ ലോകം 20ാം നൂറ്റാണ്ടിൽ, റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് ഇൻ ദ 20th century എന്ന 2 ചാപ്റ്ററാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഹിസ്റ്ററിക്കകത്തെയാണ്, ചരിത്രത്തിലുള്ളതാണ്. 6 മാർക്കാണ്. എത്ര മാർക്കാണ്? 6 മാർക്ക്. അപ്പം മക്കളെ അതൊരു എസ്സേ ഒക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബി പാർട്ടിൽ വരുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, അത് മിസ് പറയാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നല്ല തറോ ആയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. നല്ല തറോ ആയിട്ട് പഠിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് വരുവാണെങ്കിൽ അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം പൊതുഭരണം അല്ലെങ്കിൽ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ചാപ്റ്ററിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കണം. ഏതാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും എളുപ്പം, ചിലവർക്ക് ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അപ്പം ഏതാണോ നിങ്ങൾക്ക് എളുപ്പം വരുന്നത് ആ ഒരു പോർഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ രണ്ടും ഒന്നും ഇല്ലാതായി പോകും. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോർഷനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുവാണെങ്കിൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മാർക്കിനാണ്? 8 മാർക്കിന് ഉറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് 2 ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ എടുക്കുക, നല്ല അടിപൊളിയായിട്ട് ഇന്ന് പഠിക്കുക. എസ്സേ ഏത് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വന്നാലും എഴുതാൻ പറ്റുന്ന പോലെ പഠിക്കുക. അതിന് വേണ്ടിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇരുന്ന് കാണുക കേട്ടോ. ഇനി അടുത്ത വരുന്ന ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കുക. ഏതാണോ നിങ്ങൾക്ക് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആയിരിക്കും ചിലവർക്ക് എളുപ്പം, ചിലവർക്ക് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആയിരിക്കും എളുപ്പം. ഏതാണോ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോളൂ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്മാർട്ട് വർക്കും ചെയ്യണം. കാരണം ഒത്തിരി പഠിക്കാനുള്ള വലിയ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഏതാണോ ചെറുത് അത് നൈസായിട്ട് അങ്ങ് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എന്താണെങ്കിലും ഒരു എസ്സേ എത്ര മാർക്കിന് ചോദിക്കും? 6 മാർക്കിന് ചോദിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം അത് എസ്സേ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കത്തില്ലേ? ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ പഠിക്കുക. അങ്ങനെ എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമെന്ന വീഡിയോസ് ഒക്കെ മിസ്മാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നാൽ അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. അടുത്ത പോർഷൻസ് വന്നിട്ടുണ്ട്. സാമൂഹ്യശാസ്ത്രം 2, അതിൻ്റെ അകത്തെ പാർട്ട് എയിൽ 20 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, പൊതു ചെലവും വരുമാനവുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അകത്ത് വരുന്നതാണ്. 4 മാർക്ക്. എത്ര മാർക്കാണ്? 4 മാർക്ക്. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് വിടാനായിട്ട് സാധിക്കുമോ? എ പാർട്ട് നിർബന്ധമായും പഠിക്കേണ്ട യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. രണ്ടാമത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സ്, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. 7 മാർക്കിന് ചോദിക്കും മക്കളെ. 7 മാർക്ക് എ പാർട്ടിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് വിടരുത്. റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ, ഇന്ത്യ സാമ്പത്തിക ഭൂമി ശാസ്ത്രം എന്ന ആ ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അത് എത്ര മാർക്കാണ്? 5 മാർക്കിനുള്ളതാണ്. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ഈ 7 മാർക്കിന്റെ 5 മാർക്കിന്റെ ചാപ്റ്റർ നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോവരുത്. ഓക്കെ, അടുത്തത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന ചാപ്റ്ററും നിങ്ങൾ പഠിക്കണം. അത് 4 മാർക്കേ ഉള്ളല്ലോ മിസ്സേ, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മാറ്റി വെക്കല്. ചിലപ്പോൾ ആ 4 മാർക്കിലായിരിക്കും നിങ്ങളുടെ A+ പോകുന്നത്, അല്ലെങ്കിൽ എ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ A+ ആണ് നമ്മൾ എയിം ഇടുന്നത്. ഓക്കെ, അപ്പം ആ 4 മാർക്കിൻ്റെ നമ്മൾ പഠിക്കുക. അപ്പോൾ 20 മാർക്കായില്ലേ? ടോട്ടൽ 20 മാർക്കായില്ലേ? ഇനി അതിൻ്റെ പാർട്ട് ബിയും 20 മാർക്കിൻ്റെ ആണ്. ആ 20 മാർക്ക് ഇങ്ങനെയാണ് തിരഞ്ഞെടുത്ത് നമുക്ക് എഴുതാം അല്ലേ? ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് നമുക്ക് എഴുതാം. അപ്പം ആദ്യം സീസൺസ് ആൻഡ് ടൈം, അല്ലെങ്കിൽ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, ഋതുഭേദങ്ങളും സമയവും, അല്ലെങ്കിൽ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന 2 ചാപ്റ്ററിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം? നിങ്ങൾക്ക് കാറ്റിൻ്റെ ഉറവിടം തേടിയാണ് എളുപ്പമെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക. അതിൻ്റെ അകത്തുനിന്ന് എസ്സേസ് എന്താണെങ്കിലും എത്ര മാർക്കിന് വരും? 8
8 മാർക്ക്, എത്രയും 8 മാർക്കിന് നിങ്ങൾ വരും. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ആ പോർഷൻസ് പഠിക്കുക. ഏതാണെന്ന് നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾ ഇപ്പം തന്നെ തീരുമാനിക്കുക. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സർവീസ് എന്ന ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് എത്ര മാർക്കിനാണ് വരുന്നത്? അത് 4 മാർക്കിനാണ് വരുന്നത്. അപ്പം അത് ചെറിയൊരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞത് മാറ്റരുത്. നിങ്ങൾ അതിൽ നിന്ന് 4 മാർക്കിനുള്ള നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പം അടുത്തത് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്, ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡേറ്റ അനാലിസിസ് എന്ന ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടേ പോകുള്ളൂ. കാരണം അതിൽ എത്ര മാർക്കിൻ്റെയാണ്? 8 മാർക്കിൻ്റെയാണ്. നമ്മൾ ആദ്യത്തെ ഈ സീസൺസ് ആൻഡ് ടൈം ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ് എന്ന ചാപ്റ്റർ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ അതിന് 8 മാർക്കിന് ചോദ്യം എസ്സേ ഉറപ്പാണ്. എസ്സേ ഉറപ്പായും ചോദിക്കും. അതുകൊണ്ട് ഇതിലേതാണോ നിങ്ങൾക്ക് എളുപ്പം? ഇപ്പം ചിലവർക്ക് ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡേറ്റ അനാലിസിസ് ആയിരിക്കും എളുപ്പം. കാരണം അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് വർക്കിൻ്റെ കൂടെ സ്മാർട്ട് വർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനിടയ്ക്ക് നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾ ഈ 2 ചാപ്റ്റർ എടുക്കുക, 2 ചാപ്റ്ററും കമ്പയർ ചെയ്യുക. എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നല്ല മാർക്ക് വാങ്ങിക്കുക. എന്തെങ്കിലും വേറെ സീനുണ്ടോ? ഇല്ല. അപ്പം ഇനി നിങ്ങളോടുള്ള ചോദ്യമാണ്, നൗ ഇറ്റ്സ് യുവർ ടേൺ. എന്താണ് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും മിസ് പറഞ്ഞു എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണ്ട, എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇതിൻ്റെ അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും എന്ന ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾ എല്ലാവരും നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, മിസ്സേ ഞങ്ങൾക്ക് ഇന്ന ചാപ്റ്ററിലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ താഴെ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ടെൻഷൻ ഒന്നും വേണ്ട. ഇപ്പം നിങ്ങൾ റിലാക്സ്ഡ് ആയില്ലേ? നിങ്ങൾക്ക് എല്ലാം ഇനി പഠിക്കണ്ട. നിങ്ങൾക്ക് എസ്സേക്ക് തന്നെ ബി പാർട്ടിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. A+ എന്നൊരു സാധനം നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉറപ്പായിട്ട് അത് വരും. ഓക്കെ, അപ്പം അത് ഉറപ്പ് തന്നിരിക്കുകയാണ്. SSLCക്ക് നിങ്ങൾക്ക് ഫ്ലെക്സിലൊക്കെ പടം വരണ്ടേ? അപ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടമൊക്കെ വേണ്ടേ? അപ്പം അതിന് ഇപ്പോഴേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണ്, ഇത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ബാധകമല്ല. ക്രിസ്മസ് എക്സാമിന് ഇങ്ങനെയല്ല വരുന്നത്. ഇത് SSLC മെയിൻ എക്സാമിൻ്റെ കാര്യമാണ് മിസ് പറഞ്ഞത്. അതിന് വേണ്ടിയുള്ള നോട്ടീസാണ് വന്നത്. പണ്ടൊക്കെ നമുക്കിത് നമ്മുടെ എക്സാമിന് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒക്കെ ആയിരിക്കും ഈ നോട്ടീസുകൾ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് നേരത്തെ ഇത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്ക് അധികം സമയമില്ല. ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇന്ന ചാപ്റ്ററൊക്കെ എളുപ്പമാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വീഡിയോസോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഉറപ്പായും ഞങ്ങൾ കമൻറ്റ്സ് വായിച്ച് അതിനുള്ള ക്ലാസ്സസും അതിനുള്ള വീഡിയോസും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഓക്കെ ബൈ. എല്ലാവരും സന്തോഷമായെന്ന് വിശ്വസിക്കുന്ന ഈ വീഡിയോ കണ്ടതുകൊണ്ട് സോഷ്യൽ എക്സാം ഇനി പേടിക്കണ്ട, സിമ്പിളാണ്. അപ്പം ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.